ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗോപിക. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, എൻ്റെ വീട് ഇവിടെ പറവൂര് അടുത്താണ്. അതായത് ആലുവ പറവൂർ റൂട്ടിലാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒന്ന് പോവുകയുണ്ടായി. നമ്മുടെ പറവൂര് താലൂക്ക് ഹോസ്പിറ്റലിലാണ് പോയത്. ആ ടൈമിൽ എൻ്റെ അമ്മയ്ക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഛർദിയും അതേപോലെ തന്നെ പനി ഒട്ടും വയ്യാണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ ചീട്ടെടുക്കാനായിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു, ക്യാഷ്വാലിറ്റി ടോക്കൺ വേണോ അതോ നമുക്ക് ജനറൽ ഒ പി വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ക്യാഷ്വാലിറ്റി ടോക്കൺ, അത് അമ്മയ്ക്ക് തീരെ വയ്യല്ലോ, അപ്പോൾ നമുക്ക് ക്യാഷ്വാലിറ്റി കാണിക്കാം എന്ന് വിചാരിച്ച് ക്യാഷ്വാലിറ്റി ടോക്കൺ. അപ്പോൾ നമുക്ക് 10 രൂപ ടോക്കൺ ടിക്കറ്റ് എടുത്തിട്ട് ടോക്കൺ നമുക്ക് തന്നു. ടിക്കറ്റിന് നമുക്ക് 10 രൂപയാണ് ഒരു മേടിച്ചത്. എന്നിട്ട് നമുക്ക് തന്നു, ടോക്കൺ തന്നു. അപ്പോൾ എനിക്കും ചെറിയ പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ഒന്ന് കണ്ടേക്കാന്ന് കരുതി ഞാൻ ജനറൽ ഒ പിയാണ് എടുത്തത്. അപ്പം ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ കാണാൻ പെട്ടെന്ന്, അപ്പം നമുക്ക് ട്രിപ്പ് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായിരുന്നു ആൾ. അപ്പോൾ ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാലോ. അത് നമ്മൾ ചെന്ന് നിന്നപ്പോൾ ക്യൂ ഒരു 40 പേരടുത്ത് എന്തായാലും ക്യൂവിലുണ്ട്. 40 പേരടുത്ത് എന്തായാലും ഉണ്ട്. അപ്പം ഞങ്ങൾ ജനറൽ ഒ പിയിൽ നോക്കിയപ്പോൾ 5 പേര് 6 പേര് അടുത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ജനറൽ ഒ പിയിൽ കണ്ടാൽ മതിയായിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ക്യാഷ്വാലിറ്റി എന്ന് പെട്ടെന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലർ അതിലേക്ക്. നമ്മൾ ക്യാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് തീരെ വയ്യാത്ത ആളുകൾ ചെല്ലുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണല്ലോ ക്യാഷ്വാലിറ്റി. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ക്യാഷ്വാലിറ്റി നമുക്കിപ്പോൾ രാത്രിയൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ നേരെ ക്യാഷ്വാലിറ്റിക്കാണ് കാണാൻ പറ്റുള്ളൂ. ജനറൽ ഒ പി ഇല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിലും ക്യാഷ്വാലിറ്റിയിലാണ് നമ്മൾ കാണിക്കുന്നത്. തീരെ വയ്യാണ്ട് വരുമ്പോൾ രാത്രിയിലാണെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷേ ഇത് തീരെ വയ്യാത്ത ഒരാളെയും കൊണ്ട് നമ്മൾ ചെന്നിട്ട് നമുക്ക് ക്യൂവിൽ നിന്ന് ഇത്രയും പേര് കയറിയതിന് ശേഷം, അതായത് നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കിടന്ന് തീരെ വയ്യാണ്ട് ചെല്ലുന്ന ആളുകളും തലകറങ്ങി വയ്യാണ്ട് ചെല്ലുന്ന ആളുകളും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ നമ്മോട് സംസാരിക്കും എല്ലാവരും വയ്യാണ്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒട്ടും വയ്യാണ്ട് വരുന്ന ആളുകൾക്കല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ ക്യാഷ്വാലിറ്റി ടോക്കൺ നൽകേണ്ടത്. ഇത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഒ പി വേണോ ക്യാഷ്വാലിറ്റി വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്യാഷ്വാലിറ്റി എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഇത്രയും നിന്ന്, അതായത് തീരെ വയ്യാണ്ട് ചെന്നിട്ടും നമ്മൾ അമ്മ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. നന്നായി ഛർദ്ദിച്ചു. അപ്പോൾ ആളുകൾ നിൽക്കുന്നിടത്താണ് ഛർദ്ദിച്ചത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം മിക്കതും അങ്ങനെയൊന്നും തോന്നുന്നു കാണാനില്ല. അങ്ങനെ നമ്മൾ പൊതുജനങ്ങൾ ഇതിനൊക്കെ എവിടെ നമ്മൾ പരാതി പറയും എന്നറിയില്ല. പരാതിപ്പെടാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ് പ്രശ്നമായിരിക്കില്ല ഇത്, പക്ഷെ നമ്മളവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രശ്നമായിരിക്കാം അത്. ഒരുപാട് ആളുകൾ കുഞ്ഞു കുട്ടികളെ കൊണ്ട് വരുന്നു. കുഞ്ഞു കുട്ടികൾക്ക് തീരെ വയ്യാണ്ട് വരും. അപ്പോഴും കയറി പോകുമ്പോൾ നമുക്ക് നിൽക്കുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ക്യാഷ്വാലിറ്റിയിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് എഴുതും. ബ്ലഡും ഷുഗർ അല്ലെങ്കിൽ BP എന്തെങ്കിലും നമുക്ക് റിസൾട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കയറി പോകാൻ പറ്റില്ല. ഇടയ്ക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കി നമ്മൾ പുറകിലേക്ക് കൊണ്ടു നിർത്തും. ഇതൊക്കെ നോക്കാൻ നമുക്ക് ആളില്ല. ഒന്നില്ലെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരാളെ അവിടെ നിർത്തണം. ഇതൊന്നും ചെയ്യാണ്ട് ആളുകൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ നിൽക്കാതെ തന്നെ കുറേ തവണ അവിടെ ആളുകൾ ബഹളം ഉണ്ടാക്കി. ഇങ്ങനെ ഇടയ്ക്ക് കയറി പോകാൻ പറ്റില്ല, ഇടയ്ക്ക് കയറി പോകുന്നത് തെറ്റാണ്. പക്ഷെ ഒന്നില്ലെങ്കിൽ ഇവർക്ക് അവിടെ ഒരു മാനേജ് ചെയ്തൊരു ക്യൂവും കൂടി നടത്താം. എന്നിട്ട് അവിടെ പറഞ്ഞ് ബോധവൽക്കരണം ചെയ്യുക, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാം ഇങ്ങനെ കയറി പോകണം. ഇതുപോലും ചെയ്യാണ്ട് 2 സിസ്റ്റേഴ്സ് വന്ന് ഇടയ്ക്ക് 2 കൂട്ടർ ചീത്ത പറഞ്ഞിട്ട് കയറി പോവുക. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണ്? ശരിക്കും ഇതാണ് നമ്മുടെ ഒരു ആരോഗ്യ കേന്ദ്രാലയത്തിൽ നടക്കേണ്ട ഒരു സംഭവമാണോ ഇതെന്ന് എനിക്കറിയില്ല. എല്ലാവരും രോഗികളാണ്, വരുന്ന എല്ലാവരും രോഗികളാണ്. പക്ഷെ ഇവിടെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു മാനേജ് ചെയ്യാനുള്ള ഇതിന്റെ ഒരു അപാകത ശരിക്കും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടു. കൂടുതലും ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നതും അതുകൊണ്ടായിരിക്കാം. അവിടെ ഒരു മാനേജ് ചെയ്ത് തിക്കും തിരക്കും ഇല്ലാണ്ട് ആളുകൾ ഒരുപാട് കാണാനുണ്ടെങ്കിലും തിക്കും തിരക്കും ഇല്ലാണ്ട് ആളുകൾക്ക് കയറി ഡോക്ടറെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടങ്ങളിലെല്ലാം ഇങ്ങനെ ഇല്ലാണ്ടായി ആളുകൾ തമ്മിൽ തല്ലി ബഹളങ്ങളുണ്ടാക്കി കയറി പോകേണ്ട അവസ്ഥ വരുന്നത്? അത് അവിടെ ഒരു മാനേജ്മെന്റ് ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ശരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല. ഇതിനൊക്കെ പൊതുജനങ്ങൾ എവിടെ പരാതി പറയും? രാവിലെ 10 മണിക്ക് ഒരാൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിയാകാണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പറ്റത്തില്ല. രാവിലെ 10:30 എന്നൊരാളുടെ കാര്യം. അപ്പം ഈ ഒരു 12 മണിക്കൊക്കെ ചെല്ലുന്ന ആളുകളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും നമുക്കൊരു പരിഹാരം ശരിക്കും വേണ്ട കാര്യങ്ങളല്ലേ? ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ എല്ലാ ജനങ്ങളുടെ ഉള്ളിൽ ആ ടൈമിൽ അവിടെ നിൽക്കുമ്പോൾ വരും. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ ശരിക്കും നമുക്ക് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ
ആരോഗ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണം, മരുന്ന് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണം. പക്ഷെ ഇത് നമുക്ക് കിട്ടാനുള്ള വഴി നമുക്ക് ഗവൺമെന്റ് തരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് തമ്മിത്തല്ലി ബഹളം ഉണ്ടാക്കി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന തമ്മിത്തല്ലാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു കയറിപ്പോയി അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ. ഞാൻ കൂടുതലും എനിക്കെന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ പോകൽ കുറവാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകേണ്ടി വരുമ്പോൾ ചെറിയ പനിയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ പോകും. അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ പോകാനാണെങ്കിലും എനിക്ക് അങ്ങനെ കൂടെ പോകാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കൂടെ ആളുകളെ കൊണ്ടുപോകാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ പോകും. അപ്പം അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു കാര്യമുണ്ട്. അപ്പം എനിക്കിത് പറയണം എന്ന് തോന്നി വീഡിയോയിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.